എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും BQ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഈ വേളയിൽ സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഉത്തരം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ലൈവായി രേഖപ്പെടുത്താവുന്നതാണ്. വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുന്നത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടുകാർക്ക് അറിയാവുന്ന പോലെ ഓഗസ്റ്റ് 17-ാം തീയതി വൈകുന്നേരം 5 മണിയായിരിക്കും നമ്മുടെ ഓൺലൈൻ ക്യൂസ് മത്സരം നടത്തുന്നത്. BQ ക്യൂസ് വേൾഡ് ക്യൂസ് യൂട്യൂബ് ചാനൽ ആഭിമുഖ്യത്തിൽ നടത്തുന്ന സ്വാതന്ത്ര്യദിന ക്യൂസ് മത്സരമായ ഫ്രീഡം 2K21 ഓഗസ്റ്റ് 17-ാം തീയതി 5 മണിക്കായിരിക്കും. ലിങ്ക് യൂട്യൂബിൽ 5 മണിക്ക് തന്നെ കൂട്ടുകാർക്ക് ലഭിക്കുന്നതാണ്. ഗൂഗിൾ ഫോംസ് വഴിയായിരിക്കും മത്സരം നടത്തപ്പെടുന്നത്. 2 കാറ്റഗറി ഉണ്ടായിരിക്കും. ക്യാഷ് പ്രൈസൊക്കെയാണ് സമ്മാനം 3000 രൂപയിലധികമുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഉത്തരങ്ങൾ അങ്ങ് രേഖപ്പെടുത്തുക. ചോദ്യം: ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം. ഉത്തരം എത്രയും പെട്ടെന്ന് തന്നെ രേഖപ്പെടുത്തുക. ഉത്തരം എന്ന് പറയുന്നത് 1919 ഏപ്രിൽ മാസത്തിലാണ് നടന്നത്. ചോദ്യം: ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപകൻ ആര്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപകൻ ആര്? ഉത്തരമെന്ന് പറയുന്നത് A.O. ഹ്യൂം 1885 സ്ഥാപിക്കപ്പെട്ടത്. ചോദ്യം: ഒന്നാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം. ഉത്തരമെന്ന് പറയുന്നത് 1930. 3 പ്രാവശ്യമാണ് വട്ടമേശ സമ്മേളനം നടന്നത്. ചോദ്യം: കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ശക്തി. നിങ്ങൾ ഉത്തരങ്ങൾ എത്രയും പെട്ടെന്ന് രേഖപ്പെടുത്തുക. ഉത്തരമെന്ന് പറയുന്നത് പോർച്ചുഗീസുകാർ. അവരാണ് ഇന്ത്യയിൽ ആദ്യത്തേത്. വാസ്കോ ഡ ഗാമയാണ് ആദ്യം എത്തിയത്. ചോദ്യം: ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ. ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ. ഉത്തരമെന്ന് പറയുന്നത് കാനിങ് പ്രഭു. ഉത്തരം കാനിങ് പ്രഭു. ചോദ്യം: ദണ്ഡി മാർച്ചിനെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത്. ഉത്തരമെന്ന് പറയുന്നത് ഇർവിൻ പ്രഭു. 1930 ദണ്ഡി മാർച്ച് നടന്നത്. ചോദ്യം: ഇന്ത്യയിൽ നാവിക കലാപം നടന്ന വർഷം. ഇന്ത്യയിൽ നാവിക കലാപം നടന്ന വർഷം. ഉത്തരമെന്ന് പറയുന്നത് 1946 ഇന്ത്യയിൽ നാവിക കലാപം നടന്നത്. ചോദ്യം: ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് അഭിസംബോധന ചെയ്തത് ആരാണ്? ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് ആദ്യമായി അഭിസംബോധന ചെയ്തത്. ഉത്തരമെന്ന് പറയുന്നത് സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസാണ് രാഷ്ട്രപിതാവ് എന്ന് അഭിസംബോധന ചെയ്തത്. ചോദ്യം: ഖിലാഫത്ത് പ്രസ്ഥാനം രൂപം കൊണ്ട വർഷം. ഖിലാഫത്ത് പ്രസ്ഥാനം രൂപം കൊണ്ട വർഷം. ഉത്തരമെന്ന് പറയുന്നത് 1920. അടുത്ത ചോദ്യത്തിലേക്ക് കേൾക്കാം. പ്ലാസി യുദ്ധം 1857 നടന്ന പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്ക് നേതൃത്വം നൽകിയത് ആര്? പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്ക് നേതൃത്വം നൽകിയത് ആര്? ഉത്തരമെന്ന് പറയുന്നത് റോബർട്ട് ക്ലൈവ്. കൂട്ടുകാർക്ക് ഈ വീഡിയോ ലഭിച്ച മൊത്തം മാർക്ക് 10 ചോദ്യം ലഭിച്ച മാർക്ക് നിങ്ങൾ പേര് സഹിതം താഴെ രേഖപ്പെടുത്തുക. വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക.